കൃഷ്ണവേണി. രചന സീതാകൃഷ്ണ. അവതരണം നന്ദു കൃഷ്ണ. പാടവരമ്പിലൂടെ ഒരു വലിയ ബാഗും തൂക്കിപ്പിടിച്ച് നടക്കുമ്പോൾ അവൾ ആലോചിക്കുകയായിരുന്നു. ഈ ശാന്തമായ പ്രഭാതങ്ങൾ തനിക്ക് നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ 2 വർഷം ആയിരിക്കുന്നു എന്ന്. എന്തിനായിരുന്നു ഈ ഒളിച്ചോട്ടം? അവൾ തന്നോട് തന്നെ ചോദിച്ചു. ഒരു ദീർഘനിശ്വാസത്തോടെ അവളുടെ നടത്തത്തിന്റെ വേഗത കൂടി. പടിപ്പുരയിൽ തന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്ന അച്ഛനെയും അമ്മയും കണ്ടപ്പോൾ അവളുടെ നെഞ്ചു പിടഞ്ഞു. പടിപ്പുര കടന്ന് ഓടിച്ചെന്ന് അമ്മയുടെ മാറിലേക്ക് വീഴുമ്പോൾ അവൾക്ക് തോന്നി താൻ പിന്നെയും അവരുടെ പഴയ കിച്ചു ആയ പോലെ. അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് ശേഷം അച്ഛന്റെ മാറിൽ പറ്റിച്ചേർന്ന് കിടന്നപ്പോൾ തന്റെ കണ്ണുനീർ അച്ഛന്റെ നെഞ്ചിൽ വീണ് പൊള്ളുന്നുണ്ടെന്ന് തോന്നിപ്പോയി. ആ ചൂടിൽ താനും സ്വയം ഉരുകിത്തീരുമെന്നും. അവരുടെ വിഷമങ്ങളുടെയും പരിഭവങ്ങളുടെയും ഭാരങ്ങൾ ഇറക്കി വെച്ച് അവൾ റൂമിലേക്ക് പോയി. റൂമിലാകെ നോക്കി. എല്ലാം പഴയ പോലെയാണ്. ഒന്നിനും ഒരു മാറ്റവും വന്നിട്ടില്ല. ആകെ മാറിയത് താൻ മാത്രമാണെന്ന് തോന്നി അവൾക്ക്. വേഗം കുളിച്ചു മാറാനുള്ള ഡ്രസ്സുമായി താഴേക്ക് ഇറങ്ങിപ്പോയി. അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ നല്ല പണിയിലാണ്. പുറകിലൂടെ ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ കുളത്തിലൊന്ന് കുളിക്കാൻ പോവാ. വരുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും വേണം കേട്ടോ. വിശന്ന് കുടല് കരിയുന്നു. എത്ര നാളായി എന്റെ അമ്മക്കുട്ടിയുടെ കൈകൊണ്ടുണ്ടാക്കി കഴിച്ചിട്ട്. ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. അവൾ തുണികളെല്ലാം എടുത്ത് കുളത്തിലേക്ക് നടന്നു. വീടിനോട് ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്താണ് കുളപ്പുര. കുളപ്പുരയുടെ വാതിൽ തുറന്ന് ആ കൽപ്പടവിലൂടെ ഒന്ന് കണ്ണോടിച്ചു. തന്റെ സ്വപ്നങ്ങളുടെ തുടക്കവും ഒടുക്കവുമെല്ലാം ഈ കുളപ്പടവിലായിരുന്നുവെന്ന് അവൾ ഒരു വേള ഓർത്തു. ഏറ്റവും അവസാനത്തെ പടിയിലിരുന്ന് അവൾ കണ്ണുകൾ അടച്ചു. എല്ലാം ഒരു ദുസ്വപ്നം പോലെ തന്റെ മുന്നിലൂടെ കടന്നു പോകുന്നത് അവൾ അറിഞ്ഞു. പെട്ടെന്ന് കണ്ണുകൾ തുറന്ന്, വേണ്ട, അതെല്ലാം തന്റെ ജീവിതത്തിലെ അടഞ്ഞ അധ്യായമാണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലുറപ്പിച്ച് അവൾ വേഗം കുളിച്ച് മുറിയിലേക്ക് പോയി. അമ്മയുടെ വിളികേട്ടാണ് പിന്നെ താഴേക്ക് ചെന്നത്. അച്ഛനും അമ്മയും ഡൈനിങ് ടേബിളിൽ അവളെ കാത്തിരിപ്പുണ്ട്. വേഗം ചെന്ന് അച്ഛന്റെ അടുത്ത് കസേരയിലിരുന്നു. ആവി പറക്കുന്ന പുട്ടും പിന്നെ കടലക്കറിയും ഉണ്ടായിരുന്നു. അവൾ വേഗം ഒരു കഷ്ണം പുട്ടെടുത്ത് കടലക്കറിയും ഒഴിച്ച് കഴിക്കാൻ ആരംഭിച്ചു. അത് കണ്ട് അച്ഛനും അമ്മയും അവളെ പുഞ്ചിരിയോടെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ ഇരു കണ്ണുകളും ചിമ്മി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ അച്ഛാ ഒരാക്കിയ ചിരി? ഒന്നുമില്ല കൊച്ചുട്ടാ, നിന്റെ ഈ ആക്രാന്തം കണ്ട് ചിരിച്ചു പോയതാ. നീ പതുക്കെ കഴിച്ചാൽ മതി. ഇതൊന്നും ആരും എടുത്തോണ്ട് പോകുന്നില്ല. 2 വർഷമായില്ലേ അച്ഛാ അമ്മയുടെ കൈപ്പുണ്യം അറിഞ്ഞിട്ട്. അതാണ്. അത് ഞങ്ങളുടെ ആരുടെയും കുഴപ്പമാണോ? നിന്റെ വാശിയല്ലേ എല്ലാത്തിനും കാരണം? അമ്മ പെട്ടെന്ന് പറഞ്ഞു. കൃഷ്ണ കഴിക്കുന്നത് നിർത്തി പാത്രത്തിലേക്ക് നോക്കിയിരുന്നു. ഇന്ദു, ബാലൻ പെട്ടെന്ന് വിളിച്ചു. അമ്മ എഴുന്നേറ്റ് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. സോറി കിച്ചു, അമ്മ അറിയാതെ പറഞ്ഞു പോയതാണ്. അവൾ പെട്ടെന്ന് മുഖമുയർത്തി അമ്മയെ നോക്കി ചിരിച്ചു. അത് സാരമില്ലമ്മേ, ഞാൻ പെട്ടെന്ന് എന്തോ ആലോചിച്ചതാ. അതും പറഞ്ഞ് കൈ കഴുകി എഴുന്നേറ്റു. ഒപ്പം 2 ആളോടും പറഞ്ഞു, ഞാനൊന്ന് കിടക്കട്ടെ, എന്തോ ഭയങ്കര ക്ഷീണം. മോള് പോയി കിടന്നോ, അച്ഛൻ പറഞ്ഞു. അവൾ മുകളിലേക്ക് കയറിപ്പോയി ഉറങ്ങാൻ കിടന്നു. അപ്പോഴാണ് ഫോൺ അടിക്കുന്നത് കേട്ടത്. വേഗം ഫോൺ എടുത്തു. അനു കോളിംഗ് എന്ന് കണ്ട് വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു. നീ എവിടെയാണടി കുട്ടിപ്പിശാശേ? ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു. നീ എന്താ ഫോൺ എടുക്കാത്തത്? എത്തിയിട്ടൊന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് അതും ചെയ്തില്ല, വിളിച്ചിട്ടോട്ട് എടുക്കുന്നുമില്ല. സോറി ഡി, ഞാൻ മറന്നുപോയി, അതാ. എനിക്കറിയാം നീ മറക്കുമെന്ന്. അതാ ഞാൻ വിളിച്ചത്. ശരി, പിന്നെ വിളിക്കാം, ഓഫീസിലാണ്. ശരി. ഫോൺ വെച്ച് കിടക്കലേക്ക് ചാഞ്ഞു. അനു മുംബൈയിൽ ഒരുമിച്ച് വർക്ക് തുടങ്ങിയ അന്ന് മുതൽ എല്ലാത്തിനും ഒരുമിച്ചായിരുന്നു. താമസവും അങ്ങനെ തന്നെ. തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. ഒരു തരത്തിൽ എന്റെ വേദനകളെല്ലാം ഇറക്കി വെച്ചിരുന്ന ഒരത്താണി. താൻ പോന്നപ്പോൾ നല്ല വിഷമമായി കാണും ആൾക്ക്. അവളെക്കുറിച്ച് ആലോചിച്ച് എപ്പോഴോ ഉറങ്ങിപ്പോയി. അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത്. നേരം ഉച്ചയായിരുന്നു. എഴുന്നേറ്റ് താഴെ പോയി ഉച്ചയൂണും കഴിച്ച് പിന്നെ അച്ഛനോടും അമ്മയോടും ഒപ്പം സിറ്റൗട്ടിൽ വന്നിരുന്നു. അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു. അമ്മയുടെ കൈ നെറിയിൽ തലോടിയപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. ഇതെല്ലാം എന്തിനായിരുന്നു താൻ നഷ്ടപ്പെടുത്തിയത്? കിച്ചുട്ടാ, അച്ഛന്റെ വിളി എന്നെ ഓർമ്മകളിൽ നിന്നും ഉണർത്തി. എന്താ അച്ഛാ? മോൾക്ക് ഇനി പോണോ? എന്താ അച്ഛാ, എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും നീയില്ലാതെ ആരാ ഉള്ളത്? എന്നിട്ടും നിന്നെ കാണാതെ ഇത്രയും നാളും കഴിഞ്ഞു. ഇനി പറ്റില്ലടാ. അച്ഛന്റെ മോള് ഇനി എന്നും ഞങ്ങളുടെ ഒപ്പം വേണം. ഇനി ഒന്നിനും അച്ഛൻ മോളെ നിർബന്ധിക്കില്ല.
നീ ഞങ്ങളുടെ ഒപ്പം എന്നും ഉണ്ടായാൽ മതി. അച്ഛന്റെ അപേക്ഷയാണടാ. മോള് പറ്റില്ലെന്ന് പറയരുത്. 2 വർഷം ഞങ്ങൾ സഹിച്ചു. ഇനി ഇനി ഒട്ടും വയ്യ മോളെ. അത് പറഞ്ഞതും അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ എഴുന്നേറ്റ് അച്ഛനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഇല്ലച്ചാ, ഞാൻ പോകുന്നില്ല. എനിക്കും വലുത് നിങ്ങളാണ്. ഇനി ഈ സ്നേഹം കാണാതെ പോകാൻ എനിക്കിനി കഴിയില്ലച്ചാ. മതി മോളെ, അച്ഛനും അത് മതി. എന്റെ പൊന്നിനെ എന്നും ഇങ്ങനെ മുന്നിൽ കണ്ടാൽ മതി. അച്ഛൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. മോള് പോകുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി നോക്കാം. എന്താണ്? ശരി അച്ഛാ. കൃഷ്ണ റൂമിലെത്തി ഓരോന്നും ആലോചിച്ച് വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. എഴുന്നേറ്റപ്പോൾ സമയം 4:30 കഴിഞ്ഞിരിക്കുന്നു. താഴേക്ക് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു അമ്പലത്തിൽ പോയിട്ട് വരാൻ. ചായ കുടിച്ച് കുളി കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങി. ഒരുപാട് നാളുകൾക്ക് ശേഷം ആ അമ്പലനടയിൽ നിന്നപ്പോൾ മനസ്സിനെന്തോ ഒരു കുളിർമ വന്ന പോലെ അവൾക്ക് തോന്നി. 1-2 പേര് വന്ന് കുശലാന്വേഷണം നടത്തി. അവരോടൊക്കെ സംസാരിച്ചു. ആൽത്തറയുടെ അടുത്തെത്തിയതും അവിടേക്ക് വരുന്ന ആളെ കണ്ട് ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. വിഷ്ണുവേട്ടൻ. അറിയാതെ നാവുകൾ ചലിച്ചു. പകച്ചു നിൽക്കുന്ന കൃഷ്ണവേണിയെ കണ്ട് വിഷ്ണു അവളുടെ അടുത്തേക്ക് വന്നു. കിച്ചു, നീ എപ്പോഴാ വന്നത്? ഞാൻ രാവിലെ എത്തി. സുഖമാണോ വിഷ്ണുവേട്ടാ? സുഖം. നിനക്കോ? കിച്ചു വേദനയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. ചോദിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി വേണ്ടിയിരുന്നില്ല ആ ചോദ്യമെന്ന്. വീട്ടിലെല്ലാരും? എല്ലാരും നന്നായിരിക്കുന്നു കിച്ചു. ഞാൻ പോട്ടെ വിഷ്ണുവേട്ടാ, നേരം വൈകി. കിച്ചുവിന് വേഗം അവിടെ നിന്ന് പോയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ വേഗത്തിൽ നടന്നു. വിഷ്ണു ഒരു വേദനയോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. അവൾ വീട്ടിലെത്തുമ്പോൾ അച്ഛനും അമ്മയും അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരോട് കുറച്ചു നേരം കൂടി വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് പോയി. ഫോൺ എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി അനുവിനെ വിളിച്ച് ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞു. എന്തോ വിഷ്ണുവേട്ടനെ കണ്ട കാര്യം അവളോട് പറഞ്ഞില്ല. അത് കേട്ടാൽ ചിലപ്പോൾ അവൾ വേറെ എന്തെങ്കിലും ചോദിച്ചാലോ എന്ന് കരുതി. പിന്നെ റൂമിൽ വന്ന് കിടന്നു. എപ്പോഴൊക്കെയോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഒരാഴ്ച അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. അച്ഛന്റെ കൂട്ടുകാരൻ വഴി അവൾക്കും ഒരു ജോലി ശരിയായി. വീട്ടിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. ജോലി സ്ഥലത്തേക്ക് അത്രയും ദൂരമുണ്ടെന്നാലും ദിവസവും പോയി വരാം. ഒരു IT കമ്പനി. ഇന്റർവ്യൂവിന് അച്ഛനെയും കൂട്ടി കൃഷ്ണവേണി പോയി. 2 ദിവസം കഴിഞ്ഞ് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് അവര് തിരിച്ചു വന്നു. തിങ്കളാഴ്ച രാവിലെ തന്നെ അമ്പലത്തിൽ പോയി തൊഴുത് ജോലിക്ക് ജോയിൻ ചെയ്തു. ആദ്യത്തെ ദിവസം വലിയ ജോലികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാം കണ്ടുപഠിക്കാൻ പറഞ്ഞു. സ്റ്റാഫുകളെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. തന്റെ സീറ്റിന് അപ്പുറത്തുള്ള കുട്ടി രേഷ്മയുമായി അവൾ പെട്ടെന്ന് കമ്പനിയായി. 2 ദിവസം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. 3-ാമത്തെ ദിവസം അവൾ ചെന്നപ്പോൾ രേഷ്മയും ബാക്കി എല്ലാവരും ഭയങ്കര സൈലന്റ്. കൃഷ്ണ വേഗം സീറ്റിൽ പോയിരുന്നു. എന്നിട്ട് രേഷ്മയെ നോക്കി. ഇന്നെന്താ ഭയങ്കര സൈലന്റ് ആണല്ലോ എല്ലാരും? എന്തു പറ്റി എല്ലാവർക്കും? കൃഷ്ണ, പതുക്കെ പറ. ദേ അയാൾ അവിടെ നിൽപ്പുണ്ട്, നമ്മുടെ മാനേജർ. ഒരാഴ്ചയായി ലീവായിരുന്നു. ഭയങ്കര ചൂടനാണ്. അതും പറഞ്ഞ് രേഷ്മ ജോലി തുടർന്നു. ഞാൻ അയാളെ നോക്കി പുറംതിരിഞ്ഞു നിന്ന് അയാൾ ആരോടോ സംസാരിക്കുകയാണ്. കൃഷ്ണ അപ്പോൾ തന്നെ അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. താനാണോ പുതിയ അപ്പോയിന്റ്മെന്റ്? ആ ചോദ്യം കേട്ട് കൃഷ്ണവേണി സിസ്റ്റത്തിൽ നിന്ന് തല ഉയർത്തി നോക്കി. അവളെ കണ്ടതും അയാളുടെ മുഖത്ത് ഒരു പരിഭ്രമം നിറഞ്ഞു. പക്ഷെ അയാളെ കണ്ട അവളുടെ മുഖം കോപം കൊണ്ടാണ് വിറച്ചത്. കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന അവളുടെ മുഖം കണ്ടതും അയാൾ പെട്ടെന്ന് തന്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. കൃഷ്ണവേണി മുടി ദേഷ്യത്തിൽ പുകഞ്ഞു. മുഷ്ടി ചുരുട്ടി ദേഷ്യമടക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം ശ്രദ്ധിച്ച രേഷ്മ അവളുടെ അരികിലേക്ക് ചെന്നു. എന്താടി, എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല, ഞാൻ ഇപ്പോ വരാം. അതും പറഞ്ഞ് കൃഷ്ണ വാഷ്റൂമിലേക്ക് നടന്നു. അതിനുള്ളിൽ നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞിരുന്നു. ഈശ്വര, എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോടിങ്ങനെ? ആരോടും ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും കാണരുതെന്ന് ആഗ്രഹിച്ച മുഖങ്ങൾ വീണ്ടും വീണ്ടും കാണേണ്ടി വരികയാണ്. എത്രയൊക്കെ ഓടി ഒളിച്ചാലും എന്റെ ഭൂതകാലം എന്നെ തേടി വരികയാണല്ലോ. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. പിന്നീട് ഒരു ഉറച്ച തീരുമാനമായി അവൾ സീറ്റിൽ വന്നിരുന്നു. അപ്പോൾ രേഷ്മ അവളെ വിളിച്ചു. എടി, നിന്നോട് ഗോവിന്ദ് സർ ക്യാബിനിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണ അവളെ ഒന്ന് തുറച്ചു നോക്കി. എന്നിട്ട് ദേഷ്യത്തിൽ അയാളുടെ ക്യാബിനിലേക്ക് കയറിപ്പോയി. ഇവൾക്കിത് എന്തു പറ്റി? വല്ല ഈച്ചയും കടിച്ചോ? രേഷ്മ പിറുപിറുത്തു. അതേസമയം ഗോവിന്ദ് കൃഷ്ണവേണിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവളെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. എല്ലാം അവളോട് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കണം. താനും കൂടി ചേർന്നാണ് അവളുടെ ജീവിതം ഈ തരത്തിലാക്കിയത്.
എല്ലാം നല്ല രീതിയിൽ മാത്രമേ ചിന്തിച്ചുള്ളൂ. പക്ഷെ ഇങ്ങനെ ആകുമെന്നൊന്നും ഒരിക്കലും കരുതിയില്ല. അവളെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോഴാണ് കൃഷ്ണ ഡോർ തുറന്ന് കയറി വരുന്നത് കണ്ടത്. ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നെ അവളോട് ഇരിക്കാൻ കൈ കാണിച്ച്. പക്ഷെ അവൾ നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. എന്താ പറയാനുള്ളത്? എനിക്ക് ജോലിയുണ്ട്. കിച്ചു? കിച്ചു? ആരോട് കിച്ചു? അങ്ങനെ വിളിക്കാൻ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്നുമില്ല. കൃഷ്ണവേണി. അങ്ങനെ വിളിച്ചാൽ മതി. അയാൾ വിഷമത്തോടെ അവളെ നോക്കി. കിച്ചു പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അതെന്തായാലും ഇവിടെ പറ്റില്ല. മറ്റെവിടെയെങ്കിലും ഒരു 1 അവർ പ്ലീസ്. അവൾ അയാളെ തീ പാർന്ന കണ്ണുകളോടെ നോക്കി നിന്നു. ആ നോട്ടം കണ്ട് താനാ തീയിൽ ഉരുകുന്ന പോലെ അയാൾക്ക് തോന്നി. അടുത്ത നിമിഷം കൃഷ്ണ അയാൾക്കരികിലേക്ക് നീങ്ങിച്ചെന്നു. എന്തിനാ? അന്നത്തെ പോലെ ആർക്കെങ്കിലും എന്നെ കൂട്ടിക്കൊടുക്കാനോ അതോ കാവൽ നിൽക്കാനോ? അവൾ അയാൾക്ക് നേരെ പൊട്ടിത്തെറിച്ചു. അയാൾ തല കുനിച്ച് അവളുടെ മുന്നിൽ നിന്നു. ഒന്നും പറയാനാവാതെ ഒരു തുള്ളി കണ്ണുനീർ അയാളുടെ കണ്ണിൽ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴും അവൾ തുടർന്നു. മതി, ഇവിടെ നിർത്തണമെല്ലാം. ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണ്. നിങ്ങൾ എന്റെ സുപ്പീരിയറും. ആ ഒരു ബന്ധം മാത്രമേ ഇനി നമ്മൾ തമ്മിൽ പാടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, എനിക്കിനി ഒന്നും നിങ്ങളിൽ നിന്ന് കേൾക്കാനില്ല. പഴയ കിച്ചു മരിച്ച് 2 വർഷം മുൻപ്. ഇത് കൃഷ്ണവേണിയാണ്. ഞാൻ ജീവിക്കുന്നത് എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രമാണ്. അയാളുടെ അടുത്ത് ചെന്ന് മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി അവൾ പറഞ്ഞു. ഇനി ഇനി ഒരക്ഷരം എന്നോട് നിങ്ങൾ സംസാരിക്കരുത്. അഥവാ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓഫീസ് മാറ്റർ മാത്രമായിരിക്കണം. മനസ്സിലായോ മിസ്റ്റർ ഗോവിന്ദ്? അത് പറഞ്ഞ് അവൾ ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്ക് പോയി. ഗോവിന്ദ് അത് കണ്ട് പകച്ചു നിന്നു. ശരിയാണ്, ഇത് പഴയ കിച്ചു അല്ല. അവൾ ആകെ മാറിപ്പോയിരിക്കുന്നു. ഈശ്വര, ഇനി എങ്ങനെ ഇവളെ പറഞ്ഞു മനസ്സിലാക്കും? അയാൾ തളർച്ചയോടെ തന്റെ കസേരയിലേക്ക് ഇരുന്നു. ചാടിത്തുള്ളി വരുന്ന കൃഷ്ണയെ കണ്ട് രേഷ്മ എന്തോ ചോദിക്കാനാഞ്ഞു. പക്ഷെ അവളുടെ മുഖം കണ്ടപ്പോൾ വേണ്ടെന്ന് തന്നെ വെച്ചു. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിലും കൃഷ്ണ ആർക്കും മുഖം കൊടുക്കാതെ നടന്നു. വൈകിട്ട് ജോലി കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ രേഷ്മ അവളുടെ അടുത്തേക്ക് ചെന്നു. കൃഷ്ണേ, നീ ഗോവിന്ദ് സാറിനെ മുൻപ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവൾ രേഷ്മയെ തുറച്ചു നോക്കി. പിന്നെ മുഖം തിരിച്ചു. എനിക്കാരെയും അറിയില്ല. പിന്നെ നീ എനിക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കി തരാൻ വേണ്ടി നോക്കുകയും വേണ്ട, കേട്ടല്ലോ? അവൾ വെറുപ്പോടെ പറഞ്ഞ് അവസാനിപ്പിച്ചതും രേഷ്മ ഞെട്ടി. പിന്നെ ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ ആർക്കും ഒരു ബന്ധവും ഉണ്ടാക്കാൻ വരുന്നില്ല. നിന്റെ മുഖം കണ്ടപ്പോൾ അങ്ങനെയൊന്ന് തോന്നിപ്പോയി. സോറി. പിന്നെ ഇനി എന്റെ ശല്യം ഉണ്ടാകില്ല. ഞാൻ ഈ ഒരാഴ്ച കൂടിയേ ഇവിടെ ഉണ്ടാകുള്ളൂ. അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ്. റിസൈൻ ചെയ്തു. ശരി, പോട്ടെ. അതും പറഞ്ഞ് അവൾ തിരിഞ്ഞതും കൃഷ്ണ അവളുടെ കൈ പിടിച്ചു നിർത്തി. സോറിഡി, ഞാൻ എന്തോ ആലോചിച്ച് പറഞ്ഞതാണ്. സോറി. നീ എന്താ ഈ കാര്യം എന്നോട് പറയാഞ്ഞത്? അത് പറയാനാ രാവിലെ തൊട്ട് നിന്റെ പിറകെ നടന്നത്. നീ പക്ഷേ മുഖം കയറ്റി പിടിച്ച് നടക്കുകയല്ലേ. പിന്നെ എങ്ങനെ കാര്യം പറയും? നീ കൂടി പോയാൽ ഞാൻ എന്ത് ചെയ്യും? നീ ആയിരുന്നു ഇവിടെ എനിക്ക് ആകെയുള്ള ഒരു കൂട്ട്. നീ പോയാൽ സാരയില്ലടി, ഒക്കെ ശരിയാകും. ഞാൻ പോട്ടെ, നേരം വൈകി. അവളോട് യാത്ര പറഞ്ഞ് രേഷ്മ ഇറങ്ങി. കൃഷ്ണ വീട്ടിലെത്തിയപാടെ റൂമിൽ കയറി കിടന്നു. ഈ നാട്ടിലേക്ക് വരേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി. അന്നത്തെ കാര്യങ്ങൾ ആലോചിച്ച് അവൾക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. അമ്മ വന്ന് വിളിച്ചപ്പോൾ മുഖം കഴുകി താഴേക്ക് പോയി. അവരോടൊന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ മുഖം കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു. എന്താ മോളെ, എന്തു പറ്റി? മോള് കരഞ്ഞോ? അവൾ വേദനയോടെ അച്ഛനെ നോക്കി. അയാൾ അവളുടെ നെറുകയിൽ തലോടി. എന്താ കിച്ചൂട്ടാ, എന്താ അച്ഛന്റെ മോൾക്ക് പറ്റിയത്? അവൾ ഒരു വിതുമ്പലോടെ അയാളുടെ മാറിൽ തല ചേർത്ത് വെച്ചു. ഗോവിന്ദനെ കണ്ട കാര്യം പറഞ്ഞു. അയാൾ വേദനയോടെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈശ്വര, എന്റെ കുട്ടിക്കൊരു സ്വസ്ഥതയും ആരും കൊടുക്കില്ലേ? എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്റെ മോള്? പിന്നെ തിരിഞ്ഞ് അവളോടായി പറഞ്ഞു. വേണ്ട, ഇനി എന്റെ മോൾ അവിടെ ജോലിക്ക് പോകണ്ട. നമുക്ക് വേറെ ജോലി ശരിയാക്കാം. അവൾ അയാളുടെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അയാളെ നോക്കി. പിന്നെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇല്ലച്ചാ, ഞാൻ അവിടെ തന്നെ പോകും. ഓടി ഓടി മതിയായി. ഇനി ഒന്നിൽ നിന്നും ഞാൻ ഓടി ഒളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നായാലും എന്തായാലും ഞാൻ ഫേസ് ചെയ്തണ്ടല്ലേ. പക്ഷെ ഇനി ആരുടെ മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതും പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറിപ്പോയി. റൂമിൽ ചെന്ന് നേരെ അനുവിനെയാണ് വിളിച്ചത്. നിന്റെ തീരുമാനം ശരിയാണ് കിച്ചു. നീ എല്ലാം ധൈര്യമായി നേരിടണം. എന്തിനും കൂടെ ഞാനുണ്ടാവും.
അവർ പിന്നെ ഒരുപാട് നേരം സംസാരിച്ചു. രേഷ്മ റിസൈൻ ചെയ്യുന്ന കാര്യവും കൂട്ടത്തിൽ പറഞ്ഞു. അവളെ അനു ആശ്വസിപ്പിച്ചു. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണയ്ക്ക് നല്ല ധൈര്യം വന്ന പോലെ തോന്നി. അവൾ കുറച്ചുനേരം ബാൽക്കണിയിൽ പോയിരുന്നു. തന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം ഒന്നുകൂടി മനസ്സിലൂടെ കടന്നുപോയി. തിരിഞ്ഞു മറിഞ്ഞു കിടന്ന് എപ്പോഴോ ഉറക്കം കണ്ണിൽ പിടിച്ചു. രാവിലെ പതിവ് പോലെ ജോലിക്ക് പോയി. ഗോവിന്ദനെ കണ്ടെങ്കിലും അവളെ മൈൻഡ് ചെയ്തില്ല. അയാൾക്കും അവളോട് സംസാരിക്കാൻ പേടി തോന്നി. അവൾ എങ്ങനെ പെരുമാറുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. രേഷ്മയ്ക്ക് എല്ലാരും കൂടി നല്ലൊരു യാത്രയയപ്പ് നൽകി. അവൾ പോകുന്നതിൽ കൃഷ്ണയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ആകെ ഒരു കമ്പനി അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളല്ലോ. അവൾക്ക് കൃഷ്ണ നല്ലൊരു ഗിഫ്റ്റും സമ്മാനിച്ചാണ് പറഞ്ഞുവിട്ടത്. പിന്നീട് ഒരാഴ്ച ഭയങ്കര ബോറായി തോന്നി അവൾക്ക്. രേഷ്മയ്ക്ക് പകരമായി വരുന്നയാൾ അടുത്ത ആഴ്ച ജോയിൻ ചെയ്യുമെന്നറിഞ്ഞു. എല്ലാ ദിവസവും അവൾ അനുവിനെ വിളിച്ച് അന്നന്നത്തെ വിശേഷങ്ങൾ പറയുമായിരുന്നു. അനുവിന് കൃഷ്ണ എന്നാൽ ജീവനായിരുന്നു. കൃഷ്ണയ്ക്കും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെ. കാരണം അനു ഒരു അനാഥക്കുട്ടിയാണ്. സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മാത്രം വളർന്നു വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ നല്ല ബോൾഡാണ് കക്ഷി. കൃഷ്ണയുടെ എല്ലാ കാര്യവും അനുവിനറിയാം. ഒരു തരത്തിൽ അനുവാണ് അവളെ ഈ തരത്തിൽ മാറ്റിയെടുത്തത് എന്ന് വേണമെങ്കിലും പറയാം. ഞായറാഴ്ച രാവിലെ തന്നെ അവൾ അമ്പലത്തിൽ പോയി. വിഷ്ണുവിനെ കണ്ടെങ്കിലും അവൾ അവിടെ നിന്നും പെട്ടെന്ന് വീട്ടിലേക്ക് പോന്നു. പിറ്റേന്ന് രാവിലെ അവൾ ഓഫീസിൽ ചെന്നപ്പോൾ തന്നെ രേഷ്മയുടെ ക്യാബിനിലേക്ക് നോക്കി. അവിടെ ആരെയും കണ്ടില്ല. അവൾ തന്റെ കസേരയിൽ വന്നിരുന്നു. ഗോവിന്ദന്റെ ക്യാബിനിലേക്ക് നോക്കിയപ്പോൾ അയാൾ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾ തന്റെ ജോലി തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ തല ഉയർത്തി നോക്കി. തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ കണ്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്ത നിമിഷം പോലെ ആയിപ്പോയി അവൾക്കത്. അനു, ഓഫീസാണെന്ന് പോലും ഓർക്കാതെ കൃഷ്ണ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കുറച്ചു നേരം ആ നിൽപ്പ് തുടരുകയും ചെയ്തു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അകന്നു മാറി. എന്നിട്ട് അവളെ അടിമുടി നോക്കി. കൃഷ്ണയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അനുവിനെ പിടിച്ച് തന്റെ സീറ്റിൽ ചെന്നിരുന്നു. എന്നിട്ട് അനുവിനെ നോക്കി. എന്തടി പോത്തെ ഉണ്ടക്കാരനുരുട്ടി പേടിപ്പിക്കുന്നത്? നീ എന്താ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ? അനു ചോദിച്ചു. എടി തുഷ്ടത്തി, എന്നോടൊരു വാക്ക് പറഞ്ഞോ നീ? ഇത്ര വലിയ സർപ്രൈസ് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇതെങ്ങനാടി നീ ഒപ്പിച്ചത്? എന്റെ മോളെ, അതൊക്കെ വളരെ സിമ്പിൾ അല്ലേ. നിനക്ക് ഈ സമയത്ത് ഒരു സപ്പോർട്ട് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോ നീ തന്നെയല്ലേ പറഞ്ഞത് രേഷ്മ പോവാണെന്ന്? അപ്പൊ ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. പിന്നെ എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് ആരെയും പേടിക്കണ്ട. എവിടേക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പോകാമല്ലോ. അവസാനത്തെ വാചകങ്ങൾ പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദമിണറി. കൃഷ്ണ ആ കൈകൾ കൂട്ടിപ്പിടിച്ചു. നിനക്ക് ഞാനില്ലടാ. നീ എന്റെ സ്വന്തം കൂടപ്പിറപ്പ് തന്നെയാണ്. ആടി, നമുക്കിന്ന് നേരത്തെ ഇറങ്ങണം. എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണം. പിന്നെ ഒരു താമസ സ്ഥലം ശരിയാക്കണം. നീ കൂടെ വരണം. ഞാൻ ഗോവിന്ദ് സാറിനോട് അനുവാദം വാങ്ങിയിട്ടുണ്ട്. അയാളുടെ പേര് കേട്ടതും കൃഷ്ണയുടെ മുഖം മങ്ങി. പിന്നെ അനുവിനോടായി പറഞ്ഞു. എല്ലാം ശരിയാക്കാം. പക്ഷെ താമസ സ്ഥലം അത് എന്റെ കൂടെ എന്റെ വീട്ടിൽ. ഞാനുള്ളപ്പോൾ എന്റെ അനുക്കുട്ടി വേറെ ഒരു സ്ഥലം അന്വേഷിക്കണ്ട. കേട്ടോടി നെത്തോലി? അത് വേണോടാ? വേണം. നീ എന്റെ കൂടപ്പിറപ്പാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ നീ എന്റെ കൂടെയല്ലേ കഴിയേണ്ടത്? അത് വേണം. അതേ നടക്കൂ. വേറെ വല്ല ചിന്തയുണ്ടെങ്കിൽ എന്റെ മോളെ ഇപ്പോഴേ അത് മാറ്റി വെച്ചോ കേട്ടോ. ശരി, നിന്റെ ഇഷ്ടം. പിന്നെ നമുക്ക് ലഞ്ച് കഴിഞ്ഞിറങ്ങാം. ഓക്കേടി അനുക്കുട്ടി. അനു തിരിച്ച് അവളുടെ സീറ്റിൽ പോയിരുന്നു. ഇതെല്ലാം കണ്ടുനിന്ന ഗോവിന്ദന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ഉച്ചയ്ക്ക് ലഞ്ചിന് ശേഷം രണ്ടാളും കൂടി ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഷോപ്പിങ്ങിന് ശേഷം രണ്ടാളും 6 മണിയോടുകൂടി വീട്ടിലെത്തി. കൃഷ്ണയുടെ അച്ഛനും അമ്മയ്ക്കും അവളെ ഒരുപാട് ഇഷ്ടമായി. അവളും അവരെ പെട്ടെന്ന് കയ്യിലെടുത്തു. അവർ രണ്ടാളും കൂടി ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയി. രണ്ടാളും ബാൽക്കണിയിൽ ചെന്നിരുന്നു. താഴെയിരുന്ന് കൃഷ്ണയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു അനു. കിച്ചു, ഇനി എന്താ നിന്റെ പ്ലാൻ? എന്ത് പ്ലാൻ? ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പൊക്കോട്ടെ. അതല്ലടി, നിനക്കൊരു ജീവിതം വേണ്ടേ? എന്നും ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? അച്ഛനും അമ്മയ്ക്കും നല്ല വിഷമമുണ്ട് നീ ഇങ്ങനെ കഴിയുന്നതിൽ. ആ, അതിനൊരു വഴി തെളിഞ്ഞിട്ടുണ്ട്. എന്ത് വഴി? അതൊക്കെയുണ്ട്. ആ റൂട്ടൊന്ന് ക്ലിയർ ആവട്ടെ, എന്നിട്ട് പറയാം. നീ ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. ഇല്ലടി, ഇനി ഇതാണ് എന്റെ ജീവിതം. എന്റെ അച്ഛനും അമ്മയാണ് എന്റെ ലോകം.
അങ്ങനെ മതി. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ ദേഷ്യപ്പെടുമോ? നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോടാ? അത് അത് നിനക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റില്ലടാ. അയാളെ നിനക്ക്... അനു! കൃഷ്ണ ഉച്ചത്തിൽ വിളിച്ചു. നീ എന്താ പറഞ്ഞ അനു? നിനക്ക് എങ്ങനെ തോന്നി എന്നോട് ഇതൊക്കെ പറയാൻ? നിനക്കെല്ലാം അറിയാവുന്നതല്ലേ? എന്നിട്ടും... കൃഷ്ണ ഇരു കൈകൾ കൊണ്ട് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. സോറി കിച്ചു, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. നിന്നെ അത്രയ്ക്കും ഇഷ്ടമുണ്ടായോണ്ടല്ലേ നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണാൻ എനിക്ക് വയ്യടാ. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ, സോറി. അവൾ കൃഷ്ണയുടെ കൈ രണ്ടും വിടർത്തി മാറ്റിക്കൊണ്ട് അവളോട് പറഞ്ഞു. കൃഷ്ണ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കുറച്ചു നേരം കൂടി കഴിഞ്ഞ് അവർ റൂമിൽ വന്ന് കിടന്നു. എന്തൊക്കെയോ പറയാനുണ്ടെങ്കിലും രണ്ടാളും ഒന്നും മിണ്ടിയില്ല. അവരുടെ മനസ്സ് രണ്ട് ദിശയിലായിരുന്നു ആ നിമിഷം. പിറ്റേന്ന് അമ്മയുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് രണ്ടാളും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തായാലും അനുമോള് വന്നതുകൊണ്ട് കിച്ചുവിന് നല്ല മാറ്റമുണ്ട് അല്ലേ ഇന്ദു? ശരിയാ, കുറച്ച് തെളിച്ചം വെച്ചിട്ടുണ്ട് എന്റെ മോൾക്ക്. എല്ലാം ശരിയാകുമായിരിക്കും അല്ലേ ബാലേട്ടാ? ശരിയാകും, ശരിയാക്കണം. എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അയാള് പറഞ്ഞു. എന്നിട്ട് അവര് പോകുന്നത് നോക്കി നിന്നു. ഓഫീസിലെത്തിയപ്പോൾ തന്നെ ഗോവിന്ദ് അനുവിനെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. കൂട്ടിലിട്ട വെരികനെ പോലെ കൃഷ്ണ കൈകൾ രണ്ടും കൂട്ടിത്തിരുമി. കുറച്ചു നേരം കഴിഞ്ഞാണ് അവൾ പുറത്തേക്ക് വന്നത്. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അത് കണ്ടതും കൃഷ്ണയുടെ ദേഷ്യം പേരുവിരലിൽ നിന്നും ഇരച്ചു കയറി. അനു വന്നതും അവളോട് പൊട്ടിത്തെറിച്ചു. എന്തിനാടി ഇങ്ങനെ ഇളിക്കുന്നത്? അല്ലടി, ഞാൻ സാറിന്റെ ഒരു തമാശ കേട്ട് ചിരിച്ചു പോയതാ. അവളുടെ ഒരു തമാശ? ഇങ്ങനെ തമാശ പറഞ്ഞു തന്നെയാ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അയാൾ പല തമാശയും പറയും. അത് കേട്ട് കിണിക്കാൻ നിൽക്കണ്ട, കേട്ടോടി? കൃഷ്ണ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദന്റെ ക്യാബിനിലേക്ക് നടന്നു. ഡോറ് തുറന്ന് പാഞ്ഞു വരുന്നവളെ കണ്ട് അയാൾ ഒന്ന് പകച്ചു. പിന്നെ പുഞ്ചിരിച്ചു. എന്താ കൃഷ്ണവേണി, എന്താ വേണ്ടത്? അവൾ ഒരു നിമിഷം നിന്നു. പിന്നെ അയാൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എന്നോടുള്ള ദേഷ്യം എന്നോട് മാത്രം തീർത്താൽ മതി, അവളോട് വേണ്ട. എന്നോട് ചെയ്തത് ഞാൻ ക്ഷമിച്ച പോലെ അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ക്ഷമിച്ചു എന്ന് വരില്ല കേട്ടോ. അവൾ വെട്ടിത്തിരിഞ്ഞ് വാതിലിലേക്ക് നടന്നു. തന്നോട് ചെയ്തൊക്കെ താൻ ക്ഷമിച്ചെങ്കിൽ പിന്നെന്തിനാ കിച്ചു ഈ ഒളിച്ചുകളി? ഇതൊന്ന് അവസാനിപ്പിച്ച് എല്ലാം മറന്ന് ജീവിച്ചുകൂടെ ഇനിയെങ്കിലും? ഗോവിന്ദ് വേദനയോടെ ചോദിച്ചു. അത് കേട്ടവൾ ഒരു നിമിഷം നിന്നു. പിന്നെ വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് പോയി തന്റെ സീറ്റിൽ പോയിരുന്നു. ടേബിളിൽ തലചായ്ച്ച് കിടന്ന് കുറച്ചു കഴിഞ്ഞതും ആരോ തോളിൽ തട്ടുന്ന പോലെ തോന്നി മുഖമുയർത്തി അവൾ നോക്കി. അനു വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ്. കിച്ചു, നീ കരയുവാണോ? എന്താടാ, എന്താ നീ ഇങ്ങനെ? അവൾ അനുവിനെ കെട്ടിപ്പിടിച്ച് അവളുടെ വയറിൽ മുഖം അമർത്തി ഏങ്ങി ഏങ്ങി കരഞ്ഞു. അവൾ പെട്ടെന്ന് കരച്ചിൽ കണ്ടതും അനു വല്ലാതെയായി. കിച്ചു, മതിയടാ, ദേ എല്ലാവരും നോക്കുന്നു. മുഖം തുടച്ചുകൊണ്ട് കിച്ചു അവളുടെ ജോലി തുടർന്നു. അനു അവളെ നോക്കി ഒരു നിമിഷം നിന്നു. പിന്നെ അവളുടെ സീറ്റിൽ പോയിരുന്നു. വൈകിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴും രണ്ടാളും ഒന്നും മിണ്ടിയില്ല. വൈകുന്നേരം കിച്ചു കിടക്കുമ്പോൾ അനു അവളുടെ അടുത്ത് ചെന്നിരുന്ന് വിളിച്ചു. കിച്ചു, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ കിച്ചു? ഇല്ലടാ, എനിക്കതിന് കഴിയോ? പിന്നെന്താ നിനക്ക് പറ്റിയത്? എനിക്കറിയില്ല അനു, എനിക്ക് എന്നോട് തന്നെയാണ് ദേഷ്യം. എന്റെ മനസ്സ് എനിക്ക് കൈവിട്ടു പോകും പോലെ. ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണോ അനു? അത് നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്കിച്ചു. അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു കിടന്നു. കൃഷ്ണ പിന്നെയും തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. ഉറക്കം വരാതായപ്പോൾ എഴുന്നേറ്റ് തന്റെ ബാഗ് കയ്യിലെടുത്തു. അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ചെറിയ ചെപ്പെടുത്ത് തുറന്നു. അതിനുള്ളിൽ ഒരു സ്വർണമാലയായിരുന്നു. അതിന്റെ അറ്റത്ത് ഒരു താലി കിടന്ന് തിളങ്ങി. ഒരു ആലിലത്താലി. ആ താലിമാലയിലേക്ക് അവളുടെ കണ്ണുനീർ വീണ് ചിതറി. അവളുടെ കൈകൾ അതിനെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർത്തു. പെട്ടെന്ന് റൂമിലെ ലൈറ്റ് തെളിഞ്ഞു. കൃഷ്ണ നോക്കുമ്പോൾ ചുമരിൽ ചാരി കൈകൾ നെഞ്ചിൽ പിണച്ചു വെച്ച് അനു അവളെ തന്നെ നോക്കി നിൽക്കുന്നു. കൃഷ്ണ വേഗം മാല ചെപ്പിൽ വെച്ച് അടയ്ക്കാൻ പോയപ്പോഴേക്കും അനു അത് തട്ടിപ്പറിച്ച് കൈക്കലാക്കി. എന്നിട്ട് ആ മാല കയ്യിലെടുത്തു. കൃഷ്ണയെയും ആ മാലയും ചോദ്യഭാവത്തോടെ നോക്കി. എന്താ കിച്ചു ഇത്? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? കൃഷ്ണ തല താഴ്ത്തി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു.
അനു വന്ന് അവളുടെ ഇരു തോളിലും പിടിച്ചു കുലുക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചു, പറയ് കിച്ചു, എന്തിനാ നീ ഇത് ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്? ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? നീ അയാളെ സ്നേഹിക്കുന്നുണ്ടോ കിച്ചു? അതുകൊണ്ടല്ലേ നീ ഇത് ഉപേക്ഷിക്കാത്തത്? ഇല്ല, ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. എനിക്ക് അയാളെ വെറുപ്പാണ്. ഒരിക്കലും അയാളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അനു, നിനക്കറിഞ്ഞൂടെ അയാൾ എന്താ എന്നോട് ചെയ്തതെന്ന്? പിന്നെ എന്തിനാടി പുല്ലെ നീ ഈ മാലയും കെട്ടിപ്പിടിച്ച് കരയുന്നത്? നീ പറയുന്ന നുണയാണ് കിച്ചു. നിന്റെ ഉള്ളിൽ എവിടെയോ അയാളുണ്ട്. എന്തിനാടി ഈ അഭിനയം? എല്ലാം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ നിനക്ക്? ഇല്ല അനു, അയാളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാനിത് സൂക്ഷിച്ചത്. എന്റെ ജീവിതം ഇല്ലാതായത് ഈ ഒരു താലിയുടെ പേരിലാണ്. ഈ താലി നശിപ്പിച്ചത് എന്റെ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹങ്ങളാണ്. എന്റെ ഒരു സാധു മനുഷ്യന്റെയും സ്വപ്നങ്ങളുടെ ചിതയ്ക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് അയാൾ ഇതെന്റെ കഴുത്തിൽ കെട്ടിയത്. ഒന്നും മറക്കാതിരിക്കാൻ, ഒന്നും ക്ഷമിക്കാതിരിക്കാൻ, എന്റെ ഉള്ളിലെ പകയുടെ തീ കെട്ടുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് സൂക്ഷിക്കുന്നത്. കൃഷ്ണ വാശിയോടെ പറഞ്ഞു നിന്ന് കിതച്ചു. അനു വേദനയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. കോപം കൊണ്ട് അവളുടെ മുഖം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അനു മാല ചെപ്പിലിട്ട് അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു. ലൈറ്റ് അണച്ചുപോയി കട്ടിലിന്റെ ഒരറ്റത്തായി കിടന്നു. കൃഷ്ണ ആ ചെപ്പ് ബാഗിൽ വെച്ച് അവളുടെ അടുത്തായി വന്ന് കിടന്നു. കുറച്ചു നേരം രണ്ടാളും ഒന്നും മിണ്ടിയില്ല. പിന്നെ അനു അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നു. കിച്ചു, നീ പിന്നെ അയാളെ കണ്ടിരുന്നോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല കിച്ചു, അയാൾക്ക് നിന്നോടെന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടായിരുന്നെങ്കിലോ? അനു, നീ എന്താ ഇപ്പൊ അയാളുടെ ഭാഗം പിടിക്കുവാണോ? ഇത്രയും നാളും നീ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. ഇപ്പോഴെന്താ നിനക്ക് അയാളോട് പെട്ടെന്നൊരു സിമ്പതി? ഇല്ല കിച്ചു, ഞാൻ വെറുതെ ചോദിച്ചതാ. എല്ലാത്തിനും രണ്ട് വശങ്ങൾ ഉണ്ടാകുമല്ലോ. അതുപോലെ അയാൾക്കും അയാളുടെ ഭാഗം പറയാനുണ്ടെങ്കിലോ എന്നോർത്തുപോയി ഒരു നിമിഷം. എന്തു പറയാൻ? ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് കളിച്ചിട്ട് അയാൾക്കിനി എന്താ പറയാനുള്ളത്? ഉണ്ടെങ്കിൽ തന്നെ എനിക്കിനി അത് കേൾക്കണ്ട. നീ കിടന്നുറങ്ങ്. പറഞ്ഞുകൊണ്ട് കൃഷ്ണ തിരിഞ്ഞു കിടന്നു. അനു പിന്നെ ഒന്നും പറഞ്ഞില്ല. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടൽ ആ നിമിഷം നടക്കുകയായിരുന്നു. പിറ്റേന്ന് ഓഫീസിൽ എത്തിയപ്പോൾ തന്നെ അനു ഗോവിന്ദന്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. കൃഷ്ണയ്ക്ക് അത് കണ്ട് ദേഷ്യം ഇരച്ചു കയറി. അരമണിക്കൂർ കഴിഞ്ഞാണ് അവൾ തിരിച്ചിറങ്ങി വന്നത്. അനു വന്നപ്പോൾ കൃഷ്ണ അവളോട് വല്ലാതെ തട്ടിക്കയറി. അനു, നിനക്കെല്ലാം അറിയാവുന്നല്ലേ? പിന്നെന്തിനാ നീ അയാളുടെ അടുത്തേക്ക് എപ്പോഴും പോകുന്നത്? എന്താ നിങ്ങൾക്ക് ഇത്രയും സംസാരിക്കാൻ? എന്താ നിങ്ങൾ തമ്മില്? പറയടി. കിച്ചു, ഞാൻ പറഞ്ഞില്ലേ ഒരു റൂട്ട് തെളിഞ്ഞു വരുന്നുണ്ടെന്ന്. അത് ഏകദേശമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. നിനക്ക് ആഗ്രഹമില്ലെന്ന് വെച്ച് ഞാനെന്തിനാ എനിക്ക് കിട്ടാൻ പോകുന്ന നല്ല ജീവിതം വേണ്ടെന്ന് വെക്കുന്നത്? അവൾ അതും പറഞ്ഞ് സീറ്റിൽ പോയിരുന്നു. കൃഷ്ണ ദേഷ്യത്തോടെ ഗോവിന്ദന്റെ അടുക്കിലേക്ക് ചെന്നു. അയാൾ അവളെ കണ്ട് ചിരിച്ച് അവളോടായി പറഞ്ഞു, ഭദ്രകാളി എന്താ ഉറഞ്ഞു തുള്ളാൻ വരാത്തതെന്ന് ഞാൻ ഇപ്പോഴങ്ങോട്ട് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും പ്രത്യക്ഷപ്പെട്ടല്ലോ. എന്താ വേണ്ടത്? എന്റെ കയ്യോ കാലോ അതോ തലയോ? അതെ, ഭദ്രകാളി തന്നെയാ ഞാൻ. എന്റെ ശരീരത്തിൽ തൊട്ടവന്റെയും അതിന് കാവൽ നിന്നവന്റെയും തലയെടുക്കാൻ കേൾപ്പുള്ളവൾ. അത് വേണ്ട എന്ന് വെച്ചത് എന്നെയും നിങ്ങളെയും ഒക്കെ സ്നേഹിച്ചിരുന്ന കുറച്ചു മുഖങ്ങൾ മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ്. അയാളുടെ മുഖത്തെ ചിരി മാഞ്ഞു. പകരം കുറ്റബോധം കൊണ്ട് തല താന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, അനുവിനോട് നിങ്ങളുടെ തറ പണികളൊന്നും കാണിക്കരുതെന്ന്. നിങ്ങളിത് എന്തു ഭാവിച്ചാ അവളോട് അടുക്കുന്നത്? അവളെയും ആർക്കെങ്കിലും കൂട്ടിക്കൊടുക്കാനാണോ? പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേറ്റ് അവൾക്ക് നേരെ പൊട്ടിത്തെറിച്ചു. നിർത്തടി, കുറെ നേരമായല്ലോ നീ ചാടിത്തുള്ളുന്നു. കുറെയായി ക്ഷമിക്കുന്നു. ശരിയാ, ഒരിക്കൽ എനിക്കൊരു തെറ്റുപറ്റി. അതിന്റെ പേരിൽ ഇപ്പോഴും ഒരുപാട് കുറ്റബോധമുണ്ട് എന്ന് കരുതി നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടു നിൽക്കുമെന്ന് കരുതണ്ട. പിന്നെ അനുവിന്റെ കാര്യം, അത് നീ അന്വേഷിക്കണ്ട. നീ നിന്റെ കാര്യം നോക്കിപ്പോ. എനിക്കറിയാം, നിങ്ങൾ എന്നെ വേദനിപ്പിക്കാനായിട്ടാണ് അവളോട് അടുക്കുന്നതെന്ന്. ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നോക്കിക്കോ. അതും പറഞ്ഞവൾ തിരിഞ്ഞതും അയാൾ അവളുടെ മുന്നിലെത്തി അവൾക്ക് തടസ്സം നിന്നുകൊണ്ട് പറഞ്ഞു, എന്നാ ഒരു കാര്യം കൂടി അറിഞ്ഞോ? എനിക്ക് അവളെ ഇഷ്ടമാണ്. അവക്ക് എന്നെ. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇനി നീ എന്താ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. അതും പറഞ്ഞ അയാൾ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ കൃഷ്ണ തളർന്ന് കസേരയിലേക്കിരുന്നു. കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കണ്ടു അനുവും ഗോവിന്ദും കൂടി എന്തോ പറഞ്ഞു ചിരിക്കുന്നു. അവൾ വേഗം സീറ്റിൽ പോയിരുന്നു. അവൾ വന്നതും അയാൾ ക്യാബിനിലേക്ക് കയറിപ്പോയി. കൃഷ്ണ അനുവിനെ തറപ്പിച്ചു നോക്കിയിരുന്നു. അനു ഒരു കോസിലുമില്ലാതെ ജോലി തുടർന്നു. വൈകിട്ട് ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ നേരം അനു അവളുടെ അടുത്തേക്ക് ചെന്നു.
കിച്ചു, ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാ. 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. നീ വീട്ടിലേക്ക് പൊക്കോളൂ. ഞാൻ പോവാണ്. കൃഷ്ണ എന്തെങ്കിലും മറുപടി പറയും മുൻപേ തന്നെ അനു അവിടെ നിന്നും പോയി. അവളെ ധൃതിയിൽ അനുവിന്റെ പിന്നാലെ ചെന്നു. പക്ഷെ അപ്പോഴേക്കും അവൾ ഗോവിന്ദന്റെ കാറിൽ കയറി പോയി കഴിഞ്ഞിരുന്നു. അത് കണ്ടതും കൃഷ്ണ അവിടെ തറഞ്ഞു നിന്നുപോയി. അവളുടെ ആ നിൽപ്പ് കാറിന്റെ റിയർ മിററിലൂടെ കണ്ട അനു സങ്കടത്തോടെ ഗോവിന്ദനെ നോക്കി. ഇത് വേണോ ഗോവിന്ദ്? അവൾ പാവമാണ്. ഞാൻ അവളെ ഇതുവരെ ഇങ്ങനൊന്നും വേദനിപ്പിച്ചിട്ടില്ല. അവള് സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ. സാരമില്ല അനു, ഇപ്പൊ കുറച്ച് സങ്കടപ്പെട്ടാലും കുഴപ്പമില്ല. അവളുടെ നല്ലതിനു വേണ്ടിയല്ലേ? ഇനി എന്നും അവൾ സന്തോഷത്തോടെ കഴിയാൻ വേണ്ടിയല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ മതി. താൻ സമാധാനപ്പെട്. അതും പറഞ്ഞ അയാൾ അവളുടെ വലത് കൈപ്പത്തിക്ക് മുകളിൽ തന്റെ ഇടതുകരം അമർത്തി പിടിച്ചു. അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അതെ, ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് മറന്നുപോയോ? കിച്ചുവിനെ പോലെയല്ല ഞാൻ. എന്റെ ദേഹത്ത് തൊടുന്നതിന്റെ കൈ അപ്പോൾ തന്നെ ഞാൻ വെട്ടിയെറിയും. കേട്ടോ മാഷേ? എന്റെ പൊന്നോ, പിടിച്ചേലും വലുതായിരുന്നോ അളയില്? ഞാൻ തനിക്ക് ധൈര്യം തരാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചതാടോ, അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഞാൻ അവളോട് പറഞ്ഞ കാര്യം വെറുതെ പറഞ്ഞതല്ല കേട്ടോ. എന്റെ ആഗ്രഹം പറഞ്ഞതാണ്. തന്നെ എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ട് തന്നെ പറഞ്ഞതാ. തന്നെ പോലൊരു പെൺകുട്ടിയാണ് ഞാൻ തേടി നടന്നത്. തന്നെ കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചതാ, താൻ തന്നെ മതി എന്റെ നല്ല പാതിയായിട്ടെന്ന്. അനു അയാളെ അമ്പരപ്പോടെ നോക്കി. പിന്നെ സങ്കടം നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, എന്തറിയാം ഗോവിന്ദൻ എന്നെപ്പറ്റി? ഞാനൊരു അനാഥയാണ്. അച്ഛനും അമ്മയും ആരെന്നറിയാത്തവൾ, പെരുവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവൾ. വേണ്ട, ഒന്നും വേണ്ട. ഞാൻ എന്റെ കിച്ചുവിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു നാടകം കളിക്കാൻ തയ്യാറായത്. അത് മതി, അതുമാത്രം. അവൾ പുറത്തേക്ക് നോക്കി മിഴികൾ തുടച്ചു. അനു, ഞാൻ എന്റെ തീരുമാനമാണ് പറഞ്ഞത്. നീ ഇപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം പറയണ്ട. അനു, ഞാൻ എന്റെ തീരുമാനമാണ് പറഞ്ഞത്. നീ ഇപ്പൊ പെട്ടെന്നൊരു തീരുമാനം പറയണ്ട. ആലോചിച്ച് പറഞ്ഞാൽ മതി. അവരുടെ കാര്യമെല്ലാം ശരിയായി കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കാര്യത്തെപ്പറ്റി തീരുമാനിക്കാം. എന്തേ? ഇപ്പോഴെനിക്ക് അവരുടെ കാര്യം മാത്രമേ മനസ്സിലുള്ളൂ. തന്നോട് ഞാൻ അതൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അനു അമ്പരപ്പോടെയും വേദനയോടെയും അയാളെ നോക്കി. പിന്നെ തിരിഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നു. അവനും മിണ്ടാതെ മുന്നോട്ട് നോക്കിയിരുന്നു. ഇടയ്ക്കിടെ അവളെ പാളി നോക്കുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണുകൾ. അത് കണ്ട് തല സീറ്റിലേക്ക് ചാരിവെച്ച് കണ്ണടച്ചിരുന്നുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു, നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? തിരുവനന്തപുരം. അവൾ തലതിരിച്ച് അയാളെ നോക്കി പുഞ്ചിരിച്ചു. അയാളും തിരിച്ചവളെയും. അതേസമയം വീട്ടിലെത്തിയ കൃഷ്ണ അനുവിനെ ഫോൺ ചെയ്തു. പക്ഷെ സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴറി നടന്നു. അവൾ എന്തിനാ അയാളുടെ കൂടെ പോയത്? എന്നോടുള്ള ദേഷ്യമെല്ലാം അയാൾ അവളോട് തീർക്കും. ഒരേ സമയം തന്നെ ദേഷ്യവും സങ്കടവും കൊണ്ട് വല്ലാതെയായി അവൾ. വീണ്ടും വീണ്ടും അവളെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൾ കിടക്കയിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. പുലർച്ചയോടുകൂടി തിരുവനന്തപുരത്തെത്തിയ അവർ അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. അനു, താൻ പോയി ഒന്ന് റെസ്റ്റ് എടുത്തോളൂ. നമുക്കൊരു 10 മണിയോടുകൂടി അവിടേക്ക് പോകാം. ഇതാണ് തന്റെ റൂം. ഞാൻ ദേ തൊട്ടപ്പുറത്തെ റൂമിലുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താൻ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അവൾ റൂമിലേക്ക് കയറിയതും അയാൾ തന്റെ റൂമിലേക്ക് പോയി. അനു 10 മണി ആയപ്പോൾ തന്നെ റെഡിയായിരുന്നു. ഗോവിന്ദ് വന്ന് വിളിച്ചപ്പോൾ അയാളുടെ ഒപ്പം പോയി. അരമണിക്കൂർ ഡ്രൈവിങ്ങിന് ശേഷം അവൾ കൂഴൂർമറം എന്ന ബോർഡ് വെച്ച പടിപ്പുരയിൽ എത്തി നിന്നു. ഇറങ്ങൂ, ഇവിടെയാണ് താൻ കാണണമെന്ന് പറഞ്ഞ ആളുള്ളത്. വരൂ. അവൾ അയാൾക്ക് പിറകിലായി നടന്നു. അവർ രണ്ടുപേരും പൂമുഖത്തേക്ക് കയറി. അവിടെ പ്രൗഢിയോടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. തങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ആ, താൻ വന്നോ? ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇതാണോ ആള്? ഇയാളല്ല. പക്ഷേ ഇപ്പോൾ ഇവൾ വിചാരിച്ചാൽ മാത്രമേ അവളെ ഇവിടെ എത്തിക്കാൻ പറ്റൂ. മനസ്സിലായി. ശരി, പോയി കണ്ടോളൂ. അവർ അകത്തേക്ക് നടന്നു. അനു ഇതെല്ലാം കണ്ട് അമ്പരന്നു. ഗോവിന്ദ്, ഇതേതാ സ്ഥലം? നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ കാണണമെന്ന് പറഞ്ഞ ആള് ഇവിടെയാണ്. മിണ്ടാതെ വാ. ഗോവിന്ദന്റെ ശബ്ദത്തിൽ ഉണ്ടായിരുന്ന ഗൗരവം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അവൾ അയാൾക്ക് പിന്നാലെ നടന്നു നിന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് ഒരു വാതിലിന് മുന്നിൽ നിന്നു. അപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളോട് കയറാൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഒപ്പം അയാളും. ജനലരികിൽ ഒരാൾ പുറംതിരിഞ്ഞു നിൽക്കുന്നത് അവൾ കണ്ടു. ഗോവിന്ദ് പതുക്കെ ഇടറിയ സ്വരത്തിൽ വിളിച്ചു, ഹരി.
അപ്പോൾ ഇനി ഒരു 5 ഭാഗം കൂടെയുള്ള ഒരു കുഞ്ഞു കഥയാണിത്. എല്ലാവർക്കും ഇഷ്ടമാകും. ഒപ്പമുണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നന്ദി.